ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ചേലക്കര മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് സമാധാനപരം. ഇതുവരെയുള്ള കണക്കനുസരിച്ച് വയനാട്ടിൽ പോളിംഗ് 64% കടന്നു. ചേലക്കരയിൽ വോട്ട് രേഖപ്പെടുത്തിയത് 70%-ഓളം പേർ. ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ 5 മണിവരെ രേഖപ്പെടുത്തിയത് 65%-ലേറെ പോളിംഗ്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. ഝാർഖണ്ഡിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണവും ശക്തമായി. വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് ഗ്രാമങ്ങളുടെ വികസനത്തിന് മുൻഗണന നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലം, ചേലക്കര നിയമസഭാ മണ്ഡലം എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് അവസാനിച്ചു. 6 മണി കഴിഞ്ഞും ചില ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഇരു മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ദേശീയ രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പോളിംഗ് 64% കടന്നു. മണ്ഡലത്തിലെ വോട്ടെടുപ്പിന്റെ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. കഴിഞ്ഞ തവണ 73.26% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. തുടക്കം മുതൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ് കുറഞ്ഞത് ഏതു മുന്നണിക്ക് ഗുണകരമാവുന്ന കാര്യം വോട്ടെടുപ്പിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല നിവാസികൾക്കായി വോട്ട് ചെയ്യാനായി പ്രത്യേക സൌകര്യങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കി. നിലവിൽ 11 പ്രശ്നബാധിത ബൂത്തുകളായിരുന്നു ഉണ്ടായത്. സുരക്ഷയ്ക്കായി സംസ്ഥാന സേനയ്ക്ക് പുറമെ കേന്ദ്രസേനയും എത്തിയിരുന്നു. ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി, LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി, NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് എന്നിവർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. 16 സ്ഥാനാർത്ഥികളാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. UDF-നായി പ്രിയങ്ക ഗാന്ധിയും LDF-നായി സത്യൻ മൊകേരിയും NDA-യ്ക്കായി നവ്യ ഹരിദാസും ജനവിധി തേടുന്നു. 6 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന ചേലക്കര മണ്ഡലത്തിൽ പോളിംഗ് സമയം അവസാനിച്ചിട്ടും ഏതാനും ബൂത്തുകളിൽ വോട്ട് ചെയ്യാനായി ആളുകൾ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ചേലക്കരയിൽ 70%-ഓളം പേർ വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലത്തിൽ LDF-നായി UR പ്രദീപും UDF-നായി രമ്യ ഹരിദാസും NDA-യ്ക്കായി K ബാലകൃഷ്ണനുമാണ് ജനവിധി തേടുന്നത്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ താരപ്രചാരകരെ എത്തിച്ച് ചൂടേറിയ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. ഈ മാസം 18-നാണ് പാലക്കാട്ട് കൊട്ടിക്കലാശം. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P സരിനും NDA-യുടെ C കൃഷ്ണകുമാറും ഉൾപ്പെടെ സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഈ മാസം 20-ന് നിയമസഭാ മണ്ഡല പരിധിയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 65%-ലേറെ പേർ വോട്ട് ചെയ്തു. 43 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 683 സ്ഥാനാർത്ഥികളാണ് ഝാർഖണ്ഡിൽ ഒന്നാംഘട്ടത്തിൽ ജനവിധി തേടുന്നത്. വോട്ടെടുപ്പിനോട് അനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മണ്ഡലങ്ങളിലും ജില്ലാ അതിർത്തികളിലും ഒരുക്കിയത്. ഝാർഖണ്ഡിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ശക്തം. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിൽ വിവിധ പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു. JMM നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സൊറൈൻ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചു. ഇടതു പാർട്ടി നേതാക്കളും RJDയും ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. മഹാരാഷ്ട്രയിൽ 288 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. BJP അധ്യക്ഷൻ JP നദ്ദ, പാർട്ടി നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ അമിത് ഷാ, ശിവരാജ് സിംഗ് ചൌഹാൻ, പീയൂഷ് ഗോയൽ എന്നിവരും തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. NCP SP വിഭാഗം നേതാവ് ശരത് പവാറും വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണത്തിനെത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ തുടങ്ങിയവരും പ്രചാരണ രംഗത്തുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുറമെ മഹാരാഷ്ട്രയിലെ നാന്ദേഡ് ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഈ മാസം 20-ന് നടക്കും. ഈ മാസം 23-നാണ് രാജ്യത്ത് വോട്ടെണ്ണൽ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 9 സംസ്ഥാനങ്ങളിലെ 30 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ സമയം അവസാനിച്ചു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 7 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിൽ 65%-ഓളവും 6 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ 69%-വും 5ഇടത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിൽ 73%-ഓളവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ബീഹാറിലെ 4 മണ്ഡലങ്ങളിലായി 51%-ലേറെയും കർണാടകയിലെ 3 സീറ്റുകളിലുമായി 77%-ഓളവും മധ്യപ്രദേശിലെ 2 മണ്ഡലങ്ങളിലുമായി
74% പോളിംഗ് നിരക്ക്. ഓരോ മണ്ഡലങ്ങളിൽ വീതം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഛത്തീസ്ഗഡിൽ 46% മുകളിലും ഗുജറാത്തിൽ 67%-ലധികവും മേഘാലയയിൽ 81%-ഓളം പേരുമാണ് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയത്. സിക്കിമിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്ന 2 സീറ്റുകളിൽ സിക്കിം ക്രാന്തികാരി മോർച്ച സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ടൂറിസത്തിന്റെ വികസനം രാജ്യത്തിന്റെ പൈതൃകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം യുവാക്കൾക്ക് വലിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് ഗ്രാമങ്ങളുടെ വികസനത്തിന് മുൻഗണന നൽകണമെന്നും ശ്രീമതി മുർമു പറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ദിയുവിൽ 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും ജനങ്ങൾക്ക് സേവനങ്ങൾ ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ ദർഭംഗയിൽ 12,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദർഭംഗയിൽ എയിംസിന്റെ തറക്കല്ലിടൽ നിർവഹിച്ച പ്രധാനമന്ത്രി വിവിധ റോഡ്, റെയിൽ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. എല്ലാ കോച്ചിംഗ് സ്ഥാപനങ്ങളും അവരുടെ വിദ്യാർത്ഥികളെയും കോഴ്സുകളെയും കുറിച്ചുള്ള പ്രസക്തമായ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് CCPA മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. അതോറിറ്റി നടത്തിയ അന്വേഷണത്തിൽ രാജ്യത്തെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാസ്തവ വിരുദ്ധമായ വാഗ്ദാനങ്ങൾ നൽകുന്നുവെന്ന് കണ്ടെത്തിയതായി ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖാരെ പറഞ്ഞു. इसकी जरूरत इसलिए पड़ी क्योंकि पिछले 2-3 वर्षों से जब CCPA प्रोमिनेंट IAS कोचिंग इंस्टीट्यूट्स पर कार्रवाई कर रहा था और हमारी जो फाइंडिंग्स इन्वेस्टिगेशन के दरमियान आई, इन फाइंडिंग्स में ये पाया गया कि ये कोचिंग इंस्टीट्यूट्स बिना किसी सत्यता के भ्रामक रूप से गुमराह करने की नियत से बहुत बड़े बड़े दावे करते हैं और प्रोस्पेक्टिव कंज्यूमर्स उनके चंगुल में आ जाते हैं. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാമിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ഹോച്ചിമിൻ നാഷണൽ അക്കാദമി ഓഫ് പൊളിറ്റിക്സ് പ്രസിഡന്റുമായ ന്യൂയൻ ഷ്വാൻതാങ്ങുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ സൌദി അറേബ്യ സഹകരണം വികസനത്തിനും ഭാവി പുരോഗതിക്കും ഊന്നൽ നൽകുന്നതാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ സൌദി അറേബ്യ തന്ത്രപര പങ്കാളിത്ത കൌൺസിൽ രാഷ്ട്രീയ സുരക്ഷാ സാമൂഹിക സാംസ്കാരിക സമിതിയുടെ 2ാമത് യോഗത്തിൽ സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദിനൊപ്പം സഹ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌദിയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കിയതിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. Our partnership is premised on progress and focused on the future. We have maintained, I think, a good tempo of high-level engagements and coordination across the multilateral forum. The Indian community in Saudi Arabia is 2.6 million strong, and I take the opportunity to thank you for ensuring their welfare and for their comfort. പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ച് ഗസയിലെ സംഘർഷത്തിൽ ശ്രീ ജയശങ്കർ ആശങ്ക രേഖപ്പെടുത്തി. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യയുടെ പിന്തുണ ശ്രീ ജയശങ്കർ ആവർത്തിച്ചു. സഹകരണത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ദീർഘകാല അടിത്തറയിലാണ് ഇന്ത്യയുമായുള്ള ബന്ധം കെട്ടിപ്പടുത്തിരിക്കുന്നതെന്ന് സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 984 പോയിന്റ് നഷ്ടത്തിൽ 77,691-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 324 പോയിന്റ് ഇടിഞ്ഞ് 23,559-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3ാം ട്വന്റി ക്രിക്കറ്റ് മത്സരം ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ ഇന്ത്യൻ സമയം രാത്രി 8:30 ആരംഭിക്കും. 4 മത്സരങ്ങളുടെ പരമ്പര 1-1 സമനിലയിലാണ്. വെള്ളിയാഴ്ച ജോഹന്നാസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിലാണ് അവസാന മത്സരം. ജപ്പാൻ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു പ്രീ ക്വാർട്ടറിൽ കടന്നു. തായ്ലന്റ് താരത്തെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. അതേസമയം ഇന്ന് നടന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ മലേഷ്യൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്, ചേലക്കര മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് സമാധാനപരം. ഇതുവരെയുള്ള കണക്കനുസരിച്ച് വയനാട്ടിൽ പോളിംഗ് 64% കടന്നു. ചേലക്കരയിൽ വോട്ട് രേഖപ്പെടുത്തിയത് 70%-ഓളം പേർ.
ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ 5 മണിവരെ രേഖപ്പെടുത്തിയത് 65%-ലേറെ പോളിംഗ്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ഝാർഖണ്ഡിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണവും ശക്തമായി. വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് ഗ്രാമങ്ങളുടെ വികസനത്തിന് മുൻഗണന നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.